രാജസ്ഥാനിൽ സ്കൂൾ കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്ന് 7 കുട്ടികൾ മരിച്ച സംഭവത്തിൽ അധ്യാപകർക്കുണ്ടായത് ഗുരുതര വീഴ്ച. മേൽക്കൂരയിൽ നിന്ന് കല്ലുകൾ വീഴുന്നു എന്ന് കുട്ടികൾ അധ്യാപകരെ അറിയിച്ചിട്ടും ക്ലാസ്സിൽ തന്നെ തുടരാനാണ് അധ്യാപകർ നിർദ്ദേശം നൽകിയത്. അജീഷ് ജയകുമാറുണ്ട് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. അജീഷ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷായി ഇന്നലെയാണ് രാജസ്ഥാനിലെ ജലാവറിൽ സർക്കാർ സ്കൂളിന്റെ കെട്ടിടം തകർന്നു വീണ് 7 കുട്ടികൾ മരിക്കുകയും 27 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തത്. ഈ സ്കൂൾ അസംബ്ലി തുടങ്ങുന്നതിന് തൊട്ട് മുൻപായിരുന്നു ഈ അപകടം നടന്നത്. ഈ അസംബ്ലി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ ക്ലാസ്സിൽ കുട്ടികൾ ഇരിക്കുമ്പോൾ ഈ മേൽക്കൂരയിൽ നിന്ന് ഈ പാളികളൊക്കെ ഇളകി വീഴുന്നുണ്ടായിരുന്നു. അപ്പോൾ ചില കുട്ടികൾ ഈ സ്റ്റാഫ് റൂമിൽ ചെന്ന് അധ്യാപകരോട് ഈ വിവരം പറയുകയും ചെയ്തു. പക്ഷേ അധ്യാപകർ പറഞ്ഞത് ഇപ്പോൾ പ്രാർത്ഥന തുടങ്ങും, അതുകൊണ്ട് ക്ലാസ്സിൽ തന്നെ തുടരാനാണ് വിദ്യാർത്ഥികളോട് നിർദ്ദേശിച്ചത്. കുട്ടികൾ അവിടുന്ന് തിരികെ പോരുകയും ചെയ്തു. ചില അധ്യാപകർ ആ സമയത്ത് ബ്രേക്ക് അല്ലെങ്കിൽ പുക കഴിക്കുന്നുണ്ടായിരുന്നുവെന്നും വിദ്യാർത്ഥികൾ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ വിദ്യാർത്ഥികൾ വീണ്ടും ക്ലാസ്സിൽ തിരികെ പോയി അവിടെ ഇരിക്കുമ്പോഴാണ് ഈ കെട്ടിടം തകർന്നു വീണ് ഈ അപകടം ഉണ്ടാകുന്നത്. ഒരുപക്ഷെ അപ്പോൾ തന്നെ ഈ അധ്യാപകർ കൃത്യസമയത്ത് ഇടപെട്ട് ഈ കുട്ടികളെ അവിടെ നിന്ന് മാറ്റിയിരുന്നെങ്കിൽ ഈ വലിയ അപകടത്തിന്റെ ഒരു വ്യാപ്തി കുറയ്ക്കാനാകുമായിരുന്നു എന്നാണ് നാട്ടുകാരൊക്കെ പറയുന്നത്. എന്തായാലും ഈ സംഭവത്തിൽ വീഴ്ച വരുത്തിയ 5 പേർക്കെതിരെ നടപടിയെടുത്തിട്ടുണ്ട്. 5 സ്കൂൾ ജീവനക്കാരെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. നേരത്തെ ഈ ജില്ലാ കളക്ടർ ഇപ്പോൾ രാജസ്ഥാനിലെ തന്നെ ഈ കാലപ്പഴക്കം ചെന്ന കെട്ടിടങ്ങൾ ഉള്ള സ്കൂളുകളുടെ പട്ടിക തിരഞ്ഞിരുന്നു. പക്ഷേ ആ പട്ടികയിലൊന്നും ഈ അപകടം നടന്ന ഈ സ്കൂളിന്റെ പേര് ഉണ്ടായിരുന്നില്ല എന്നാണ് ജില്ലാ കളക്ടർ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ദാരുണമായ സംഭവമായിരുന്നു. ആ വിഷയത്തിൽ ഇപ്പോഴും അന്വേഷണം നടക്കുകയാണ്. കൂടാതെ ഈ രാജസ്ഥാനിലും മറ്റിടങ്ങളിലും സമാനമായ അപകടാവസ്ഥയിലുള്ള കെട്ടിടങ്ങൾ ഉണ്ടോ എന്നുള്ള പരിശോധനയും തുടരുകയാണ്.